ഇന്നിപ്പോ ഇവിടെ ഒന്ന് ആറ്റുകാലമ്മ കണ്ടപ്പോ എന്ത് പറഞ്ഞു? ക്രിസ്ത്യാനിയല്ലേ, എന്തിനാ വന്നെന്ന് ചോദിച്ചോ? എന്തിനാ വന്നതെന്ന് ചോദിച്ചില്ല. ഞങ്ങള് ജാതി മത വ്യത്യാസം ഇല്ലാതെ വരാൻ പറ്റുന്ന ഒരു അമ്പലം കൂടിയല്ലേ. സന്തോഷം തോന്നി. സന്തോഷം ഈ പറഞ്ഞതുപോലെ അതെ അവരുടെ കൂടെ കൂടി ഞങ്ങളിനി മലയാറ്റൂര് ഹിന്ദുസും ക്രിസ്ത്യൻസും കൂടിയിട്ട് മലയാറ്റൂര് പോകണമെന്ന് വിചാരിച്ചിട്ടേ ഇരിക്കണം. അപ്പോഴാണ് നമ്മുടെ കേരളം മതേതര കേരളമാകുന്നത്. ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളിലും പോകുന്നു, അവർ തിരിച്ചും വരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ അങ്ങനെ ഉണ്ടാകട്ടെ. ഇത് ആറ്റുകാൽ അമ്പലനടയിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി രാവിലെ രാജീവ് ചന്ദ്രശേഖർ സാറിനെ കാണാൻ വേണ്ടി എത്തിയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഓരോരോ മുഖങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പോകാൻ തോന്നിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ദാ ഒരു വനിതാ സംഘം ഇങ്ങനെ വന്നു പെട്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും എന്താ പ്രത്യേകത എന്നറിയാമോ? നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അയൽവാസികളാണ്. ഗുരുവായൂരപ്പൻ്റെ അയൽവാസികൾ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും അയൽവാസികളാണ് അല്ലേ? അതെ അതെ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുക, സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജ്യോതി ഉണ്ടല്ലോ, ഞാൻ വന്ന് ആദ്യം കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അത്ര ഇഷ്ടപ്പെടാതെ നോക്കി പേടിച്ചിട്ട്. അതുകൊണ്ട് പക്ഷെ നമ്മളുണ്ടല്ലോ, നമ്മളെല്ലാരും ഇങ്ങനെ അടുത്ത് വിളിച്ച് കയ്യിലെടുക്കുന്ന ടീമാണ്. അപ്പൊ ഇവരെ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? കെൽമി, റീന, വിനീത, ശ്രീദേവി, പുഷ്പ, മായ. ഖെൽമിക്ക് എന്തോ പറയാനുണ്ട്. ആറ്റുകാലം ഒന്ന് ഭയങ്കര സന്തോഷമായി. വളരെ ആഗ്രഹമായിരുന്നു ടി വിയിലൊക്കെ കാണുമ്പോൾ വരണമെന്ന്. അത് വരാൻ പറ്റില്ല. അതെ, ആദ്യമായിട്ടാണ്. അടുത്ത പ്രാവശ്യം പൊങ്കാലിടണം എന്ന മോഹം. എന്താ മോഹം സാധ്യമാവട്ടെ. ഈ ആൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, എന്നോട് പറയട്ടെ ചോദിച്ചോ? പറഞ്ഞു. ഞങ്ങള് രണ്ടുപേരും ഞങ്ങളിതിൽ ക്രിസ്ത്യൻസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ട്രിവാൻഡ്രത്തേക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ടീച്ചേഴ്സിന് ഇന്നിപ്പോ ഇവിടെ ഒന്ന് ആറ്റുകാലമ്മ കണ്ടപ്പോ എന്ത് പറഞ്ഞു? ക്രിസ്ത്യാനിയല്ലേ, എന്തിനാ വന്നെന്ന് ചോദിച്ചോ? എന്തിനാ വന്നതെന്ന് ചോദിച്ചില്ല. ഞങ്ങള് ജാതി മത വ്യത്യാസം ഇല്ലാതെ വരാൻ പറ്റുന്ന ഒരു അമ്പലം കൂടിയല്ലേ. സന്തോഷം തോന്നി. സന്തോഷം ഈ പറഞ്ഞതുപോലെ അതെ അവരുടെ കൂടെ കൂടി വന്നു. രാവിലെ ഞങ്ങൾ പുലർച്ചെ എഴുന്നേറ്റു, കുളിച്ചു. ആദ്യം തിരുവനന്തപുരം അമ്പലത്തിൽ പോയി, രണ്ട് നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. മാറി നിന്നില്ല. എല്ലാത്തിലും അതിനൊന്നും വിഷമം ഒന്നുമില്ല. അതൊന്നും ആർക്കും പ്രശ്നമില്ല. അതാണ് സുഹൃത്തുക്കളാവുമ്പോ അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അവിടെ ജാതിയും മതവും ഒന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ആറ്റുകാലമ്മയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എല്ലാവരും സ്വാഗതം. ഗുരുവായൂരും പോവാറുണ്ട്. ഞങ്ങൾക്ക് ഗുരുവായൂരത്തെ കഞ്ഞിയും പുഴുക്കൊക്കെ ടീച്ചേഴ്സ് കൊടുന്നായിരുന്നു. എല്ലാവരും ഇത് കേട്ട് പഠിക്കണം കേട്ടോ, എല്ലാവരും ഇത് കേട്ട് പഠിക്കണം. വിനീതയ്ക്ക് എന്താ പറയുക? പ്രത്യേകിച്ച് നമ്മൾ ടീച്ചേഴ്സാണ്. നമ്മളെ കുട്ടികളെ KG-യിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ കുട്ടികളെ കുഞ്ഞു നാള് തൊട്ടിട്ട് നമ്മള് എല്ലാവരും ഒരുപോലെയാണ് അങ്ങനെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അപ്പൊ നമുക്ക് എന്തായാലും വേറെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ എല്ലാവരും ഒന്നാണ്. അപ്പൊ ഞങ്ങള് അതുകൊണ്ടാണ് അമ്മയെ കാണാനായിട്ട് ഒരുമിച്ച് വന്നത്. ഇനി ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ, കുറച്ച് കടന്നു ചോദിക്കുകയാണ്. ദേഷ്യം വന്ന് തന്നെ വഴക്ക് പറഞ്ഞോളൂ. അവിടെ നാളെ, അതായത് കൊടുങ്ങല്ലൂര് നാളെ ഭരണിയാണ്. കൊടുങ്ങല്ലൂർ അമ്മയെ വിട്ടിട്ട് ഇന്നിപ്പോ ആറ്റുകാല് വരാനുള്ള കാര്യം എന്താ? ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ. അപ്പോൾ ഇഷ്ടം കൊണ്ട് സാഹചര്യം കിട്ടി, അപ്പൊ അങ്ങോട്ട് പോകുന്നു. ഇല്ല, അമ്മ കാണണമെന്ന് എപ്പോ ചിന്തിക്കണു അപ്പൊ അവിടെ എത്തും. എനിക്ക് ആറ്റുകാല അമ്മ എന്ന് വെച്ചാൽ ഞാൻ അത്രയും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. ഞാൻ മിക്കവാറും പൊങ്കാലയിടാൻ ഞാൻ വരാറുണ്ട്. എനിക്ക് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാല അമ്മയുടെ മുന്നിലേക്ക് എപ്പോൾ വരാനും അത്രയ്ക്ക് സന്തോഷമാണ്. കൊടുങ്ങല്ലൂർ അമ്മയും ഞങ്ങൾ തൊഴാറുണ്ട്, പോവാറുണ്ട്. സംഭവം സത്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗുരുവായൂരപ്പൻ, കൊടുങ്ങല്ലൂരമ്മ, ആറ്റുകാലമ്മ, അങ്ങനെ ആ മൂന്ന് തട്ടകത്തിലും കളിച്ച് വളർന്ന ആൾക്കാരാണ് ഇപ്പൊ ആറ്റുകാലമ്മയെ കാണാൻ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. ചില തൃശ്ശൂർക്കാരോട് എനിക്ക് പൊതുവേ ഒരു സ്നേഹം കൂടുതലാണ്. നിങ്ങളുടെ ആ ഒരു സംസാര രീതികൾ അല്ലേ, സംസാര രീതി ഭയങ്കര രസമാണ്. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ എല്ലാവരും സുഖമായിരിക്കുന്നു? എന്താണ് കുടുംബത്തിലെ വിശേഷം? മക്കളുണ്ട്, മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് താമസമുണ്ട്. പക്ഷെ കുട്ടികൾ ഇന്നലെ ഞങ്ങൾ കന്യാകുമാരി പോയി തിരിച്ചു വന്നിട്ട് കുറച്ച് ടയേർഡാ. അവരൊക്കെ ഉറങ്ങി. ഞങ്ങൾ വെളുപ്പിനെ അവിടുന്ന് അമ്മമാര് എണീറ്റ് പോകുന്നതാണ്. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇന്റർസിറ്റിക്ക് തിരിച്ചു പോകും. വീണ്ടും വരുമോ? ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ എങ്ങനെയുണ്ട്? ഒരു ഒറ്റ സെന്റൻസ് പറയും. വളരെ നമ്മൾ പൊങ്കാല ഇടാനൊക്കെ വരുമ്പോൾ എല്ലാവരും നമ്മളോട് അത്രയും കോപ്പറേറ്റീവാണ്. തിരുവനന്തപുരത്തുകാർ അത്ര. പക്ഷെ ഞാന് പാലക്കാടുള്ള സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, എന്റെ ഹസ്ബൻഡ് പാലക്കാട് നിന്നാണ്, നിങ്ങൾ എങ്ങനെയാ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടുകാരൻ കല്യാണം കഴിച്ച് തൃശ്ശൂർ കഴിഞ്ഞാൽ ഞങ്ങൾ പെണ്ണുങ്ങളെ നോക്കില്ല, അങ്ങനെ ഉണ്ടോ? ഞാൻ തൃശ്ശൂരുകാരിയാണ്, എന്റെ ഹസ്ബൻഡ് പാലക്കാടുകാരനാണ്. അങ്ങനെ
എന്റെ നാടും അതെ, കൊല്ലമാണ്. കൊല്ലത്താ. അതാണ് ഇത്തിരി വെയിറ്റ് ഇട്ടത്. വളരെ സന്തോഷം. എല്ലാവരുടെയും ഈ ഒരുമ. ടെൽമി അല്ല കെൽമി പേര് പറഞ്ഞു റീന, പിന്നെ നിങ്ങൾ രണ്ടുമല്ലേ ഈ ഗ്രൂപ്പിൽ. അപ്പൊ ഇവരുടെ ഈ ഒരു കൂട്ടായ്മ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കട്ടെ. നിങ്ങൾ എപ്പോഴും വരെ ചേർത്ത് പിടിക്കുക. നിങ്ങൾ തിരിച്ചും ഇതുപോലുള്ള ഒരുപാട് സൗഹൃദങ്ങൾ കേരളത്തിലുണ്ടാകട്ടെ. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ബദനി സ്കൂൾ കുന്നംകുളം, ഫേമസ് ആണ് കേട്ടോ. ബദനി സ്കൂളാണ് കുന്നംകുളം, KG ടീച്ചേഴ്സാണ്. ഞങ്ങളിനി മലയാറ്റൂര് ഹിന്ദുസും ക്രിസ്ത്യൻസും കൂടിയിട്ട് മലയാറ്റൂര് പോകണമെന്ന് വിചാരിച്ചിട്ടേ ഇരിക്കണം. അപ്പോഴാണ് നമ്മുടെ കേരളം മതേതര കേരളമാകുന്നത്. ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളിലും പോകുന്നു, അവർ തിരിച്ചും വരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ അങ്ങനെ ഉണ്ടാകട്ടെ. നമ്മുടെ നല്ലൊരു കേരളം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ, അടുത്ത തലമുറയ്ക്ക് മുമ്പായിട്ട്.